കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയം ജില്ലയിൽ മഴ കുറച്ച് മാറി നിൽക്കുന്നു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നല്ലേ ടോബി നേരത്തെ പറഞ്ഞിരുന്നത്? ഇപ്പോൾ കാറും കോളും അടങ്ങുന്ന ഒരു ആകാശമാണോ അതോ തെളിഞ്ഞ ആകാശമാണോ കോട്ടയത്ത് ഉള്ളത്? SKN, രാവിലെ കോട്ടയം നഗരത്തിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെയിൽ ഉദിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം. കിഴക്കൻ മേഖലയിലും മഴ ശമിച്ചിട്ടുണ്ട്. പൊതുവെ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. നിലവിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളാണ്, പടിഞ്ഞാറൻ മേഖലയാണ്. മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തിയ വെള്ളം 2 ദിവസം കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലിക്കൽ, തിരുവാർപ്പ് പോലെയുള്ള, ചെങ്ങളം പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്കറിയുന്നത്. അങ്ങോട്ട് വെള്ളമുണ്ടോ? ഉണ്ട്. ഇല്ലിക്ക ആ ഭാഗത്തൊക്കെ വെള്ളമുണ്ട്. കയറി തുടങ്ങിയോ? കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നില്ല. ഇപ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കര കഴിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കില്ല. തോട് ഞാറ് കഴിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അതായത് മീനച്ചിലാറിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയത് നമ്മൾ വാർത്ത നൽകിയിരുന്നു. ആ വെള്ളമൊക്കെ ഇന്നലെ അറുമാനൂർ, അയർക്കുന്നം പോലെയുള്ള പ്രദേശങ്ങളിൽ പാറ കഴിഞ്ഞ് താഴോട്ട് ഒഴുകി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ആ വെള്ളം ഇപ്പോൾ താഴ്ന്ന പ്രദേശത്തിൻ്റെ പല വീടുകളിലും പല കൃഷിസ്ഥലങ്ങളിലുമെല്ലാം കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂർ ഭാഗത്താണ്. സെൻറ്റ് ജോൺസ് UP സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് നിറയെ വെള്ളമാണ്. അടുത്ത ദിവസം സ്കൂൾ തുറക്കാനുള്ളതാണ്. അവിടെയൊക്കെ വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ദുരിതം അവസാനിക്കണമെങ്കിൽ വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിപ്പോയെങ്കിൽ മാത്രമേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ദുരിതം പെട്ടെന്ന് ഒഴുകുകയുള്ളൂ. എന്തായാലും അതിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യത കാണുന്നില്ല. സാധാരണ ഒരാഴ്ചയോളമൊക്കെ എടുത്താണ് ഈ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു മേഖലയിൽ വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ആ ദൃശ്യങ്ങളടക്കം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. SKN, താങ്ക് യു ടോബി ജോൺസൺ. മിക്കയിടങ്ങളിലും മഴ മാറി നിൽക്കുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോഴും മൂടിക്കെട്ടിയ ആകാശമാണ് കൺമുന്നിലുള്ളത്. ഇന്ന് കാലവർഷം എത്തും എന്ന് തന്നെയാണ് സൂചന. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.